കർണൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, മഹാഭാരതം എന്ന് പറയുന്ന വലിയൊരു കാവ്യം, നമ്മൾ ചെറുപ്പത്തിലെല്ലാം മഹാഭാരതം നമ്മുടെ വീടുകളിൽ പൂജാമുറിയിൽ കണ്ടിട്ടുണ്ട്. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മൾ വായിച്ചിട്ടില്ല. മഹാഭാരതം എന്ന് പറയുന്ന കാവ്യം അറിയുന്നത് നമ്മൾ ദൂരദർശനിൽ വന്ന സീരിയലിലൂടെയാണ്, മെഗാ സീരിയലിലൂടെയാണ്. അന്ന് നമ്മുടെ എല്ലാം ഒരു ഹീറോ, നായകൻ എന്ന് പറയുന്നതും ആ സീരിയൽ തന്നെ കേന്ദ്ര കഥാപാത്രമാക്കിയിരിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ്. പിന്നീട് അതിൽ അർജുനൻ, ഇവരൊക്കെ ഈ രണ്ടുപേരെ ആസ്പദമാക്കിയിട്ടാണ് അന്നത്തെ എല്ലാം സീരിയലുകൾ വന്നിട്ടുള്ളത്. അതിൽ ഭീമൻ എപ്പോഴും ഒരു സെക്കൻഡ്, രണ്ടാമതോ മൂന്നാമതോ ആയി നിൽക്കുന്ന ഒരു കഥാപാത്രം മാത്രം. അതിൽ ഒരു ഹീറോയിക് ലെവലിലേക്കൊന്നും അദ്ദേഹം ഉയർന്നു വന്നിട്ടില്ല. അതേപോലെ തന്നെ കർണൻ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് കൗരവരുടെ പക്ഷത്ത് നിൽക്കുന്ന ദുര്യോധനൻ്റെ ആത്മസുഹൃത്ത് എന്ന രീതിയിലാണ് നമ്മൾ പണ്ട് കാലത്ത് കണ്ടിരുന്ന സിനിമകളിലും സീരിയലുകളിലുമുള്ള കർണൻ. പക്ഷേ ശിവാജി സാവന്ത് എന്ന് പറയുന്ന എഴുത്തുകാരൻ കർണനെ നായകനാക്കി, മഹാഭാരതം എന്ന് പറയുന്ന മഹാകാവ്യത്തിലെ ഒരു കഥാപാത്രത്തെ നായകനാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ കഴിവിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. MTയുടെ രണ്ടാം ഊഴം അതേ ഒരു പ്ലോട്ടിലുള്ള ഒരു നോവലാണ്. PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, അതേപോലെ തന്നെ VS ഖണ്ടേക്കറുടെ യയാതി, ഇതെല്ലാം മഹാഭാരതം എന്ന് പറയുന്ന കാവ്യത്തെ ആസ്പദമാക്കി അതിലെ ഒരു കഥാപാത്രത്തെ ആസ്പദമാക്കി തന്നെ എഴുതിയ നോവലുകളാണ്. കർണൻ എന്തുകൊണ്ട് വായിക്കണം എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മഹാഭാരതത്തിൻ്റെ പുതിയൊരു വേർഷനാണ്. കർണനിലൂടെ നമുക്കറിയാം, കർണൻ എന്ന കഥാപാത്രത്തെ കൂടുതൽ അറിയുവാൻ ഈ സാഹിത്യകാരനിലൂടെ നമുക്ക് മനസ്സിലാവും. കർണൻ എന്തായിരുന്നു, കർണൻ എങ്ങനെയാണ് ജീവിച്ചത്, കർണൻ്റെ ജീവചരിത്രം, അല്ലെങ്കിൽ കർണൻ എന്ന കഥാപാത്രത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ കൗമാരം, യൗവനം, അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം, പിന്നെ അദ്ദേഹം എങ്ങനെ ഒരു രാജാവായി മാറുന്നു, അദ്ദേഹം ദുര്യോധനുമായുള്ള ബന്ധം, അദ്ദേഹത്തിന് എങ്ങനെ പാഞ്ചാലിയോടുള്ള അദ്ദേഹത്തിനുള്ള വൈരാഗ്യം, അദ്ദേഹത്തിൻ്റെ മഹാഭാരത യുദ്ധം, അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ, ഇതെല്ലാം വളരെ വിശദമായി തന്നെ ശിവാജി സാവന്ത് അദ്ദേഹത്തിൻ്റെ നോവലായ കർണനിൽ വിവരിച്ചിട്ടുണ്ട്. കർണനൊരു മലയാള പുസ്തകമല്ല, അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റി വന്ന, അല്ലെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമാണ്. MTയുടെ രണ്ടാം ഊഴമായി കമ്പയർ ചെയ്യുമ്പോൾ കർണൻ വലിയൊരു നോവലാണ്. കർണൻ എന്ന കഥാപാത്രത്തിലൂടെ മാത്രമല്ല ഈ നോവൽ വികസിക്കുന്നത്. കർണൻ്റെ അർദ്ധ സഹോദരനായ ഷോണൻ, കർണൻ്റെ സുഹൃത്തായ ദുര്യോധനൻ, കർണൻ്റെ മാതാവായ കുന്തി, ശ്രീകൃഷ്ണൻ, ഇവരിലൂടെയെല്ലാം കർണനെ കാണുന്ന ഒരു നോവലാണ് ശിവാജി സാവന്തിൻ്റെ കർണൻ. ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. ഇത് DC ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്.